ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന മെസ്സേജിന്റെ ടൈറ്റിൽ പുതിയ ഉടമ്പടിയുമായുള്ള ബന്ധത്തിൽ ന്യായപ്രമാണവും അബ്രഹാമിന്റെ അനുഗ്രഹവും പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പിതാവിന്റെ അനുഗ്രഹവും ഇവയൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ് ടൈറ്റിൽ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോസസ് ലോ ആൻഡ് അബ്രഹാംസ് ബ്ലെസ്സിങ്സ്, ഫാദേഴ്സ് ബ്ലെസ്സിംഗ് in connection with new covenant. आज का संदेश का शीर्षक इस प्रकार है, नए वाचा के संबंध में मूसा का व्यवस्था, इब्राहिम के आशीष और पिता परमेश्वर के आशीष, इनके बीच में का रिश्ता. പുതിയ ഉടമ്പടി ആരുമായിട്ടാണ്, പുതിയ ഉടമ്പടി എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. എങ്കിലും പുതിയതായിട്ട് കടന്നു വന്നവർക്ക് വേണ്ടി ഒന്ന് പറയാം. പുതിയ ഉടമ്പടി സ്വർഗസ്ഥ പിതാവും മനുഷ്യരും തമ്മിലാണ് പുതിയ ഉടമ്പടി. ആ ഉടമ്പടിയുടെ എക്സിക്യൂഷൻ നടക്കുന്നത് സ്വർഗസ്ഥ പിതാവും മനുഷ്യരും കൂടെ ഒരുമിച്ച് ഒരു കൂടാരമായി, ഒരു ഭവനമായി വസിക്കുന്നതാണ്. So most of you might have you have heard about what is the new covenant, and for the beginners I would like to tell you that this is a new covenant is a relationship that is with the heavenly Father and the man, and heavenly Father abide with the man and they become one family. आप लोगों को मालूम होगा कि नया वाचा क्या है, लेकिन जिन्हें नहीं मालूम, जो नए आए उनके लिए बताना चाहते हैं. नया वाचा पिता परमेश्वर और इंसान के बीच में बांधा जाता है और वो साक्षात्कार होता है, यानी कि उसकी पूर्तिकरण जब परमेश्वर मनुष्य के साथ जिएगा तब होगा. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോസസ് ലോ, ന്യായപ്രമാണം എന്നാണ് നമ്മൾ അതിന് പറയാറ്. പിന്നെ പറയുന്നു അബ്രഹാംസ് ബ്ലെസ്സിംഗ്. നമ്മൾ കേട്ടിട്ടുണ്ട് അബ്രഹാത്തിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന്. ഇനി മൂന്നാമത്തെ കാര്യം ഫാദേഴ്സ് ബ്ലെസ്സിംഗ്. അത് നമ്മൾ സാധാരണ കേൾക്കാറില്ല, കാരണം ദൈവരാജ്യമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് പിശാച് അത് എടുത്ത് കളഞ്ഞു. അത് യേശുവിന് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. എപ്പോ? ലോകസ്ഥാപനത്തിന് മുമ്പ്. അതാണ് ആ കണക്ഷൻ. Moses' law, the law that was given to Moses, and Abraham's blessings. We also have heard that the blessings that have to come to Gentiles which were given to Abraham. And finally, the Father's blessing that we seldom hear about Father's blessing, but Jesus knew exactly because it was in connection with the kingdom of God. मूसा के व्यवस्था और इब्राहिम की आशीष, ये बातों के बारे में हम सुनने वाले हैं. और तीसरा है पिता के आशीष, जिसके बारे में हम हमेशा सुनते नहीं हैं, कि यीशु मसीह ने इसके बारे में कहा था, मेरे पिता के आशीषित लोगों, जगत की उत्पत्ति से पहले जो आशीषित है. മോസസ് നമ്മളെ എത്തിക്കുന്നത്, ന്യായപ്രമാണം നമ്മളെ അബ്രഹത്തിന്റെ അനുഗ്രഹത്തിലേക്കാണ് കൊണ്ടു ചെല്ലുന്നത്. അബ്രഹത്തിന്റെ അനുഗ്രഹമാണ്. അങ്ങനെ ന്യായപ്രമാണം നമ്മളെ ഇതാ അബ്രഹത്തിന്റെ അടുക്കൽ, അല്ലെങ്കിൽ അബ്രഹത്തിന്റെ സീഡായ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശു പാലകനായി വന്നു. നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാം. അടുത്ത ആൾ അബ്രഹമാണ്. അബ്രഹത്തിന്റെ സന്തതിയായി ക്രിസ്തുവേയും നിങ്ങൾക്ക് അവിടെ കാണാം. തുടർന്ന് ക്രിസ്തു നമ്മളെ പിതാവിന്റെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതാണ് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ മൂന്നാമത് എവിടെ കാണുന്നത് ഫാദേഴ്സ് ബ്ലെസ്സിംഗ്. അതിന്റെ അർത്ഥം ന്യായപ്രമാണം നമ്മളെ ക്രിസ്തുവിലേക്കും ക്രിസ്തു നമ്മളെ പിതാവിന്റെ അനുഗ്രഹത്തിലേക്കും കൊണ്ടുപോകുന്നു. അതിന്റെ ഇടയിലാണ് ന്യൂ കവണന്റ് കിടക്കുന്നത്. When we obey the rule, the law that was given to Moses, the law of Moses guides us to the blessing of Abraham. The blessing of Abraham is Jesus Christ. Followed by that, Jesus Christ is taking us to the blessings of Father. That's why finally you saw the blessings of Father. In short, the law of Moses guides us to Jesus Christ, and Jesus Christ guides us to our Father, and the new covenant stands in between them. और व्यवस्था जो है वो एक शिक्षक के नाई हमारे साथ रहकर इब्राहिम की प्रतिज्ञा, जो वंश है, जो कि यीशु मसीह है, उसके पास हमें ले जाता है. उसके पश्चात यीशु मसीह हमें पिता परमेश्वर के आशीष के ओर ले जाता है. तो व्यवस्था हमें प्रभु यीशु मसीह तक पहुंचाता है और यीशु मसीह हमें पिता परमेश्वर के पास तक पहुंचाता है. इनके बीच में नया वाचा है. സ്വർഗസ്ഥ പിതാവോടുകൂടെ ജീവിക്കുന്നതാണ് പുതിയ ഉടമ്പടി. ആ അപ്പനോടുകൂടെ ജീവിക്കുന്നവർക്കാണ് കിങ്ഡം പ്രാധാന്യം ചെയ്തിരിക്കുന്നത്, പിതാവിന്റെ അനുഗ്രഹം കൊടുത്തിരിക്കുന്നത്. To live with God the Father is new covenant, and those who live with Father will be given the kingdom. पिता परमेश्वर के साथ में निवास करना ये नया वाचा है, और ऐसे निवास करने वालों को पिता का आशीष दिया जाता है.
സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപരതയിൽ ഇപ്പോഴും തുടർന്നും ശ്രവിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Grace and peace from God our Father and the Lord Jesus Christ be unto all who are in this hall and who are attending this ministry online. The presence of the God be with you. परमेश्वर की स्तुति हो. पिता परमेश्वर और उसके पुत्र प्रभु यीशु मसीह के नाम से आप सभी को हमारा प्यारा नमस्कार. जो इस हॉल में उपस्थित है और जो हमें देख रहे सुन रहे हैं और आगे भी ऐसे करेंगे, परमेश्वर आपको आशीष करे. പുതിയ ഉടമ്പടിയുമായുള്ള ബന്ധത്തിലായിരുന്നു നാം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പുതിയ ഉടമ്പടിയെ പിശാച്, ദൈവത്തിൻ്റെ ശത്രുവായ നമ്മുടെ ശത്രുവായ പിശാച് പുതിയ ഉടമ്പടി സഭയിൽ നിന്ന് തന്നെ എടുത്തു കളഞ്ഞു. പുതിയ ഉടമ്പടി ഇല്ലാത്ത പുതിയ ഉടമ്പടി സഭകളാണ് ഇന്ന് നമ്മളുടെ സഭകളിൽ അധികവും. These days we were trying to listen about the new covenant, and we heard that this new covenant has been taken away from our churches by the enemy Satan. इन दिनों में हम नए वाचा के विषय में हम सुन रहे थे और हमने ये भी सुना या समझा कि आजकल के अधिकांश कलीसियाएं वो नए वाचा के हैं, लेकिन उनमें नए वाचा नहीं है. യേശുക്രിസ്തുവിനെ സ്തുതിക്കുക എന്ന ഒരു തലത്തിൽ മാത്രം പുതിയ ഉടമ്പടിയെ ഒതുക്കിക്കളഞ്ഞു. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ്. യേശുവിലല്ല പുതിയ ഉടമ്പടി അവസാനിക്കുന്നത്. In fact, the new covenant is restricted by praising Jesus, and Jesus is only the mediator of the new covenant. कई लोगों के लिए नए वाचा सिर्फ यीशु मसीह को स्तुति करना इतना ही है, लेकिन असलियत ये है कि यीशु मसीह नया वाचा का अंत नहीं है, बल्कि उसका मध्यस्थ है. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു യേശുക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ്. നിർഭാഗ്യവശാൽ പിശാചിന്റെ മിടുക്കിനാൽ നമ്മൾ മധ്യസ്ഥനിൽ കൊണ്ടുപോയി പുതിയ ഉടമ്പടി അവസാനിപ്പിച്ചു. അതിൻ്റെ എക്സിക്യൂഷനിലേക്ക് നമ്മൾ വരുന്നില്ല. വരുത്തുവാൻ ദൈവദാസന്മാരെ പോലും പിശാച് ബ്ലൈൻഡാക്കി, കുരുടന്മാരാക്കി നിർത്തിയിരിക്കുകയാണ്. The word of God clearly says Jesus Christ is the mediator of the new covenant, but Satan has blinded the servants of God and he has tried to end the new covenant with Jesus Christ. प्रभु का वचन हमें ये सिखाता है कि नए वाचा का मध्यस्थी है यीशु मसीह. यीशु मसीह उसका अंत नहीं है, लेकिन शैतान ने लोगों की आँखों के, खासतौर से प्रभु के दासों के आँखों को अंधा कर दिया है. ഒരിക്കൽ ഒരു യൗവനക്കാരനായ ദൈവദാസൻ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, യേശുക്രിസ്തുവിൻ്റെ അപ്പുറം ഒന്നും സംസാരിക്കേണ്ട, യേശുവിൽ തന്നെ എല്ലാം അവസാനിച്ചോളണം, അതിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. Once a young man of God spoke to me that you must not speak anything beyond Jesus Christ, and everything is in Jesus, so you have to speak to me only about Jesus Christ. एक बार एक नौजवान प्रभु के दास ने मुझसे इस प्रकार कहा कि यीशु मसीह के आगे आप कुछ न कहो, क्योंकि सब कुछ समाप्ति यीशु मसीह में होता है. എനിക്കത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പണ്ട് പൗലോസിനോട് അന്നത്തെ യഹൂദന്മാർ പറഞ്ഞത് ന്യായപ്രമാണത്തിന് അപ്പുറത്തേക്ക് പോകണ്ട എന്നാ പറഞ്ഞത്. എന്നാൽ പൗലോസ് തിരിച്ചു പറഞ്ഞു, ന്യായപ്രമാണം ഒരു ശിശുപാലകനാണ്. ശിശുപാലകനായ ന്യായപ്രമാണം നിങ്ങളെ വാഗ്ദത്ത സന്തതിയിലേക്ക് എത്തിക്കുന്നു. So when I heard this comment from this young man of God, I remembered what Jews spoke to Saint Paul that about the Ten Commandments, and they spoke to Saint Paul that you should not speak anything beyond Ten Commandments. एक बार तो मुझको ये बात याद आया कि जब यहूदियों ने पौलुस से इस प्रकार कहा था कि तुम व्यवस्था के पार में कुछ नहीं बताओ, क्योंकि व्यवस्था सब कुछ है, तो पौलुस ने उनसे कहा कि व्यवस्था तो
वह तुम्हें परमेश्वर के प्रतिज्ञा की ओर ले नहीं जा पाएगा। കാരണം ചില വ്യക്തികൾ, ചില ദൈവദാസന്മാർ ന്യായപ്രമാണത്തിൽ, മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണത്തിൽ കൊണ്ട് എന്ന് പുതിയ ഉടമ്പടി അവസാനിപ്പിക്കുന്നു. എന്നാൽ ചിലർ അവിടെ നിൽക്കാതെ അബ്രഹത്തോട് ദൈവം ചെയ്ത വാഗ്ദത്തമാണ് പുതിയ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് അവസാനിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ പുതിയ ഉടമ്പടി, അതിലേക്കുള്ള വഴി ഏതൊക്കെ രീതിയിലാണ് എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. Some servants of God try to end the new covenant with the 10 commandments that were given to Moses. Others try to end that new covenant with the promise that the God the Father gave to Abraham. So today we are trying to understand what exactly is the new covenant. कुछ लोग मानते हैं कि नया वाचा वो मूसा के द्वारा परमेश्वर ने दी हुई व्यवस्था है। दूसरे लोग मानते हैं कि इब्राहिम को परमेश्वर ने जो आशीष दी थी, जो प्रतिज्ञा दी थी, वो है नया वाचा। तो आज हम सीखने वाले हैं कि नया वाचा असली में क्या है। പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന മെസ്സേജിന്റെ ടൈറ്റിൽ ആദ്യം ഇംഗ്ലീഷിൽ പറയാം, പിന്നെ മലയാളത്തിൽ പറയാം. കാരണം ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരു സുഖം. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോസസ് ലോ ആൻഡ് അബ്രഹാംസ് ബ്ലെസ്സിങ്സ്, ഫാദേഴ്സ് ബ്ലെസ്സിങ് ഇൻ കണക്ഷൻ വിത്ത് ന്യൂ കവണന്റ്. അതായത് പുതിയ ഉടമ്പടിയുമായുള്ള ബന്ധത്തിൽ ന്യായപ്രമാണവും അബ്രഹാമിൻ്റെ അനുഗ്രഹവും പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പിതാവിൻ്റെ അനുഗ്രഹവും ഇവയൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ് ടൈറ്റിൽ. आज का संदेश का शीर्षक इस प्रकार है, नए वाचा के संबंध में मूसा का व्यवस्था, इब्राहिम के आशीष और पिता परमेश्वर के आशीष, इनके बीच में का रिश्ता. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പാടായിരിക്കും. കഴിയുമെങ്കിൽ ഒരു ചെറിയൊരു സ്കിറ്റ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചതെന്ന് മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. So this may be a bit difficult to understand. So I like to demonstrate this through the help of a skit. हो सके कि ये विषय समझने को थोड़ा सा कठिन हो, इसलिए अगर हो सके तो हम एक छोटा सा स्किट करना चाहते हैं इसे समझाने के लिए. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോസസ് ലോ, ന്യായപ്രമാണം എന്നാണ് നമ്മൾ അതിന് പറയാറ്. പിന്നെ പറയുന്നു അബ്രഹാംസ് ബ്ലെസ്സിങ്. നമ്മൾ കേട്ടിട്ടുണ്ട് അബ്രഹാത്തിന്റെ അനുഗ്രഹം ജാതികൾക്ക് വരേണ്ടതിന്. On the screen you can see Moses' law, the law that was given to Moses, and Abraham's blessings. We also have heard that the blessings that have to come to Gentiles which were given to Abraham. जैसे स्क्रीन पर आप देख रहे हो, मूसा की व्यवस्था और इब्राहिम की आशीष, ये बातों के बारे में हम सुनने वाले हैं. ഇനി മൂന്നാമത്തെ കാര്യം ഫാദേഴ്സ് ബ്ലെസ്സിങ്. അത് നമ്മൾ സാധാരണ കേൾക്കാറില്ല, കാരണം ദൈവരാജ്യമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് പിശാച് അത് എടുത്ത് കളഞ്ഞു. അത് യേശുവിന് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. എപ്പോ? ലോകസ്ഥാപനത്തിന് മുമ്പ്. അതാണ് ആ കണക്ഷൻ. And finally, the Father's blessing, that we seldom hear about Father's blessing, but Jesus knew exactly because it was in connection with the kingdom of God. और तीसरा है पिता के आशीष, जिसके बारे में हम हमेशा सुनते नहीं हैं, कि यीशु मसीह ने इसके बारे में कहा था, मेरे पिता के आशीषित लोगों, जगत की उत्पत्ति से पहले जो आशीषित है. ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ ഇതിന്റെ കണക്ഷൻ മോസസിന്റെ ന്യായപ്രമാണം, അബ്രഹാത്തിന്റെ ബ്ലെസ്സിങ്, ഫാദേഴ്സ് ബ്ലെസ്സിങ്, ഇതെല്ലാം പുതിയ ഉടമ്പടിയുമായുള്ള ബന്ധത്തിലുള്ള ആ കണക്ഷൻ എന്താണെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. So I would like to tell you how the law of Moses, the blessing of Abraham and blessing of Father is connected with the new covenant. तो अब हम नए वाचा के संबंध में मूसा का व्यवस्था, इब्राहिम के आशीष और पिता परमेश्वर के आशीष के बीच में का रिश्ता के बारे में हम सोचने वाले हैं. പുതിയ ഉടമ്പടി
ആരുമായിട്ടാണ് പുതിയ ഉടമ്പടി എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. എങ്കിലും പുതിയതായിട്ട് കടന്നു വന്നവർക്ക് വേണ്ടി ഒന്ന് പറയാം. പുതിയ ഉടമ്പടി സ്വർഗസ്ഥ പിതാവും മനുഷ്യരും തമ്മിലാണ് പുതിയ ഉടമ്പടി. ആ ഉടമ്പടിയുടെ എക്സിക്യൂഷൻ നടക്കുന്നത് സ്വർഗസ്ഥ പിതാവും മനുഷ്യരും കൂടെ ഒരുമിച്ച് ഒരു കൂടാരമായി ഒരു ഭവനമായി വസിക്കുന്നതാണ്. So most of you might have sure you have heard about what is the new covenant, and for the beginners I would like to tell you that this is a new covenant is a relationship that is with the heavenly Father and the man, and heavenly Father abide with the man and they become one family. आप लोगों को मालूम होगा कि नया वाचा क्या है, लेकिन जिन्हें नहीं मालूम, जो नए आए उनके लिए बताना चाहते हैं. नया वाचा पिता परमेश्वर और इंसान के बीच में बांधा जाता है, और वो साक्षात्कार होता है, यानी कि उसकी पूर्तिकरण जब परमेश्वर मनुष्य के साथ जिएगा तब होगा. അപ്പോൾ തന്നെ കഴിഞ്ഞ സൺഡേ ആണെന്ന് ഞാൻ ചിന്തിക്കുന്നു റിലീസ് ചെയ്ത സിംപ്ലിഫൈഡ് ബൈബിൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സിംപ്ലിഫൈഡ് ബൈബിൾ ഓർക്കുന്നുണ്ട് അല്ലേ? അത് മറന്നു പോകരുത്. അത് ഓർത്താൽ എല്ലാം എളുപ്പമാണ്. സാബത്ത്, ബ്രോക്കൺ സാബത്ത്, എഗെയിൻ സാബത്ത് ഓർ റീസ്റ്റോർഡ് സാബത്ത്, ഇതാണ് സിംപ്ലിഫൈഡ് ബൈബിൾ. At the same time, I hope that you all remember the simplified version of the Bible that was released on last Sunday. It is Sabbath, broken Sabbath, and again Sabbath. उम्मीद करते हैं कि पिछले हफ्ते में हमने जो सरल बाइबल जिसके बारे में कल पिछले हफ्ते बताया याद होगा. वो ये है शबत, टूटा हुआ सबत और पुनर्स्थापित हुआ सबत. അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ബൈബിൾ പരിചയമുള്ളവർക്ക് അറിയാം, ന്യായപ്രമാണം, മോശയുടെ നിയമം, അത് താൽക്കാലികമാണ്. ആ താൽക്കാലിക നിയമം നമ്മളെ അബ്രഹാമിൻ്റെ ബ്ലെസ്സിങ്ങിലേക്ക് എത്തിക്കുന്നു. അബ്രഹാമിൻ്റെ ബ്ലെസ്സിങ് നമ്മളെ, ശ്രദ്ധിച്ച് കേട്ടോളണം, പിതാവിൻ്റെ ബ്ലെസ്സിങ്ങിലേക്ക് എത്തിക്കുന്നു. പിതാവിൻ്റെ ബ്ലെസ്സിങ് നമ്മളെ ഒരു കൂര കീഴിൽ ഒരുമിച്ച് താമസിപ്പിക്കുന്നു. The law of Moses, which is temporary, that connects us to have the blessings of Abraham, which helps us to get connected with the Father's blessing. And finally, this connects us with the new covenant where we become one family with our Father. तो मूसा का व्यवस्था वो हमें इब्राहिम के आशीष तक ना पहुंचाता है, जो उल्टा हमें पिता के आशीष तक पहुंचा सकता है, जिसके द्वारा हमें नया वाचा के हम प्राप्त कर सकते हैं, जिसके द्वारा हम एक छत के नीचे रह सकते हैं सब. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു സ്കിറ്റ് കാണിച്ചു തരാം. എന്നിട്ട് ആ സ്കിറ്റുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അല്ല എങ്കിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരല്പം പ്രയാസമാണ്. Let's have a skit first. So through the help of a skit, things will be very easy to you. इन बातों को जल्दी समझने के लिए हम एक स्किट करना चाहते हैं. ജോസ് ബ്രദർ മുന്നോട്ടേക്ക് വന്നേ. പ്രസാദ് ബ്രദറെ മുന്നോട്ടേക്ക് വന്നേ. കമാ പ്രസാദ് ബ്രദർ അവിടെ നിൽക്കാം. ഇനി ഒരു തല നരച്ച ഒരാൾ വേണമല്ലോ. ബാ, തല നരച്ചിട്ടുണ്ട്, പോരെ. ഇവിടെ നിന്ന് അവിടെ അങ്ങോട്ട് നിന്നോ. ഇനി ഒരു യൗവനക്കാരനെ വേണമല്ലോ. ഡിറ്റോ വന്നേ. ഇങ്ങോട്ട് പോയി ഇവിടെ കൂടെ നിന്നോ. ജയത്തിൻ്റെ കൂടെ ഇവിടുന്ന് വിട്ടു പോരുത് കേട്ടോ. കൂടെ നിന്നോ. അങ്ങോട്ട് ചേർന്ന് നിൽക്കല്ലേ. ഞാൻ നിൽക്കാനല്ലേ ഞാൻ പറഞ്ഞു, കൂടെ നിൽക്കല്ലേ. സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അവർ സെപ്പറേറ്റ്. ഇനി അക്ഷരക്കൂട്ടി വന്നേ. അതിൽ പാട്ടുകാരെത്തിയൊക്കെ കേട്ടോ. ശ്രദ്ധിക്കുക, ഇവരെ അങ്ങോട്ട് പുള്ളിയുടെ ചേർന്ന് നിൽക്കരുത്. ഇങ്ങോട്ട് പോരും. പുള്ളിയുടെ ചേർന്ന് നിൽക്കല്ലേ, അങ്ങോട്ട് മാറി ഇച്ചിരി നേരം. അവിടെ ഇദ്ദേഹത്തെ
മോസസ് ആയിട്ട്. ഓക്കെ, ഇദ്ദേഹത്തെ അബ്രഹാമായിട്ട് ചേർന്നു കൈ പിടിച്ചെന്നോ. ഇദ്ദേഹത്തെ അബ്രഹാം സീഡ് ക്രൈസ്റ്റായിട്ട്, അദ്ദേഹം പിതാവായ ദൈവമായിട്ട്. മനസ്സിലായോ? പെട്ടെന്ന് മനസ്സിലാകാം, പെട്ടെന്ന് ഈ കാര്യങ്ങളെ കണക്ഷൻ പെടുത്താൻ കിട്ടും. ഇതാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ ദൈവത്തോട് കൂടെയായിരുന്നു. അതാണ് ആദ്യ സാബത്ത്. മോളെ ആ അങ്കിളുടെ കൈക്ക് പോയി പിടിച്ചിരുന്നു. ദൈവത്തോട് കൂടെയായിരുന്നു ഫസ്റ്റ് സാബത്ത്. എന്നാൽ ഇവരുണ്ടല്ലോ അല്ലേ, ഓക്കെ, ദൈവത്തോട് കൂടെയായിരുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് സാബത്ത്. So the man on the right side represents Moses, and on the left, in the middle, that is Abraham. Then the next to Abraham is the seed of Abraham, that is Jesus Christ. And then God the Father, and that next to the God Father is man, and man was with God the Father. अब यहाँ पर स्टेज पे जो उपस्थित है, पासवान के सबसे दाएं ओर में खड़े वो व्यक्ति मानो इब्राहिम है। फिर बीच में जो खड़े पक्के बाल वाले वे है सबसे पहले मूसा है, उसके बाद में इब्राहिम है। फिर उनके बगल में खड़े हैं वो है इब्राहिम का वंशज यीशु मसीह। फिर सबसे बाएं ओर में जो है वो है पिता परमेश्वर, उनके पास में जो बच्ची खड़ी है वो है मनुष्य। ഫസ്റ്റ് സാബത്ത്. അതാണ് സാബത്തിന്റെ തുടക്കം. സാബത്ത്, ബ്രോക്കൺ സാബത്ത്, അഗെയിൻ സാബത്ത്. ദാറ്റ്സ് ദ ഫസ്റ്റ് സാബത്ത്. എന്നാൽ ഈ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ ആരുടെ കൈ കിട്ടിയെന്നറിയോ? പിശാചിന്റെ കയ്യിൽ കിട്ടി. കറുത്ത ഷർട്ടിട്ട ഒരാളെ കാണുമല്ലോ. മുൻകൂട്ടം ഇങ്ങോട്ട് വന്നേ. കറുത്ത പെനിലിട്ട് വന്നപ്പോൾ പിടിച്ചു. അവനെ പിശാചിന്റെ കയ്യിൽ കിട്ടി. മരണം. അപ്പം ആ കൊച്ചിനെ ഇങ്ങ് പിടിച്ചോണ്ട് പോരെ. ഇതാ മനുഷ്യനെ പിടിച്ചു ഇങ്ങോട്ട് പോരെ. ഇതാ ആ സൈഡിൽ നിന്ന് അപ്പുറത്ത് നിന്നോ. അവിടെ നിന്നോ, മറഞ്ഞു നിൽക്കണ്ട, അവിടെ നിന്നോ. കണ്ടോ, മനുഷ്യൻ ആര് കൊണ്ടുപോയി? പിശാച് കൊണ്ടുപോയി. ഏക മനുഷ്യൻ, പാപവും പാപത്താൽ മരണവും, മരണത്തിന്റെ അധികാരി ലോകത്തിൽ കടന്നു. പിടുത്തം കിട്ടിയ ഇന്ന് സർവ്വലോകവും പിശാചിന്റെ കീഴിലാണ്. എല്ലാവരിലും മരണം വ്യാപരിക്കുക. അപ്പോ ഇനി ഇവർക്ക് എന്തു വേണം? മനുഷ്യന് രക്ഷ വേണം. പക്ഷെ രക്ഷകനില്ല. അപ്പോഴാണ് സ്വർഗസ്ഥ പിതാവ് അബ്രഹാമിനോട് വാഗ്ദത്തം പറയുന്നത്. മനസ്സിലായോ? അബ്രഹാമിന് കൊടുക്കുന്ന പല വാഗ്ദത്തങ്ങൾ എല്ലാം ജഡീകമാണ്. അതിൽ ഒരെണ്ണം ആത്മീയമുണ്ട്. നിന്നിൽ അതായത് നിന്റെ കടിപ്രദേശത്ത് നിന്നിൽ സർവ മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും. മനസ്സിലായോ? കാരണം ഇപ്പോ മനുഷ്യൻ എവിടെ കിടക്കുക? പിശാചിന് കീഴിൽ കിടക്കുക. നിന്നിൽ സർവ മനുഷ്യരും അനുഗ്രഹിക്കണം. അതിന്റെ അർത്ഥം നിന്റെ സന്തതിയിൽ. ആ സന്തതി എന്ന് വെച്ചാൽ ക്രിസ്തു. മനസ്സിലായോ? നിന്നിൽ സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും. അവർക്ക് വേണ്ട അനുഗ്രഹം എന്താ? ബിരിയാണി, പിന്നെ ആടിന്റെ പിറപ്പ് അനുഗ്രഹിക്കപ്പെടുന്നതാണോ? അല്ല, പിശാചിൽ നിന്ന്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഇതാണ് അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ട അനുഗ്രഹം. രക്ഷയാണ് അവർക്ക് വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? രക്ഷ. തുടർന്ന് ഇത്രയും പോയാൽ അവരങ്ങനെ പറയും. ഓക്കെ, നിങ്ങൾ ആര് കിട്ടിയത് പറഞ്ഞു. The man who was with God the Father enjoying the Sabbath, once he committed sin, he was taken in the control of Satan, and Satan possessed him. Where man is where man needs a savior, and when he needs a savior, there was a promise. A lot of promises were given to Abraham by God the Father. Though they were carnal, there was one spiritual promise, that was there is a seed that has to come from Abraham. Through the seed of Abraham, every mankind will be blessed, and that seed is Jesus Christ.
And God the Father uses Jesus Christ to save the mankind who were separated from God and now is connected with Satan. शुरुआत में मनुष्य परमेश्वर पिता के साथ था, वो है पहले का सबत, लेकिन पाप के कारण मनुष्य शैतान के वश में हो गया और वो परमेश्वर से अलग हो गया। तो परमेश्वर ने क्या किया? इब्राहिम के द्वारा परमेश्वर ने आशीष दी, अनेक आशीषें दी। उसमें से आत्मिक आशीष वो ये है कि इब्राहिम के वंश के द्वारा सारी जातियां आशीष पाएगी। तो मनुष्य जाति को कौन सी आशीष सबसे ज़रूरत है? वो ये है कि उद्धार का आशीष। तो इसलिए प्रभु यीशु मसीह के द्वारा परमेश्वर ने उद्धार का आशीष तैयार किया। ഹല്ലേലൂയ. ഇത്ര മനസ്സിലായല്ലോ. ഇനി ഈ മനുഷ്യൻ പിശാചിന്റെ കൺട്രോളിൽ അതമ്പതിച്ചുകൊണ്ടിരിക്കുക, പാപം കൂടിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ ദൈവം ഇദ്ദേഹത്തിന് വാഗ്ദത്തം കൊടുത്ത് ഏകദേശം 430 വർഷം കഴിഞ്ഞിട്ട്, അതിൽ കൂടുതലായി, മോശയെ വിളിച്ചു. ഒന്ന് വിളിച്ചേ, മോശെ എന്ന് വിളിച്ചേ. മോശയല്ല അവിടെ ചെന്നു. കാരണം ഈ മനുഷ്യൻ പാപം ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ഈ പാപങ്ങളെ തടുക്കാൻ ദൈവം മോശയ്ക്ക് പിടിച്ചോ അവിടെ ദൈവം തരും. മോശയ്ക്ക് പാപങ്ങളെ തടുക്കാൻ, മനുഷ്യൻ പാപം ചെയ്യുന്നത് തടുക്കാൻ മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തോ. വിട്ടേര്. The man who is under the control of Satan started committing more sins, and the sins began to multiply. Then that moment God called Moses, and God gave 10 commandments in the hand of Moses to prevent man from committing sin. और मनुष्य जो शैतान के वश में हो गया, वो पापों में बढ़ता गया और पाप करते गया। तो परमेश्वर ने इब्राहिम को उनको बुलाने के बाद 430 साल से अधिक समय होने के बाद परमेश्वर ने मूसा को बुलाया और मूसा के हाथ में व्यवस्था को दिया। ഹല്ലേലൂയ. അങ്ങനെ മോശ ന്യായപ്രമാണം കൊണ്ട് മനുഷ്യരുടെ അടുക്കിലേക്ക് വന്നു. മനുഷ്യൻ പാപം ചെയ്യാതിരിക്കാൻ ഈ ന്യായപ്രമാണം മനുഷ്യർക്ക് കൊടുക്കുക. പിടുത്തം കിട്ടിയ ഈ ന്യായപ്രമാണം ഒരിക്കലും അതിനും 430 വർഷം മുമ്പുള്ള അബ്രഹത്തിന്റെ വാഗ്ദത്തത്തെ ക്യാൻസൽ ചെയ്യുന്നില്ല. പിടുത്തം കിട്ടിയ ഹല്ലേലൂയ. ഇത് ക്യാൻസൽ ചെയ്യുന്നില്ല. ഇത് താൽക്കാലികമായിട്ട് സെറ്റപ്പ് ചെയ്തതാണ്. ഇതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3:19 പറയുന്നത്, ന്യായപ്രമാണം എന്തിന്? അത് അബ്രഹത്തിന് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത സന്തതി വരുന്നത് വരെയാണ് ഈ ന്യായപ്രമാണത്തിന്റെ കാലാവധി ലോകത്ത് വച്ചേക്കണേ. So the commandments that were given to Moses, that was for keeping man away from committing sin. Now there is that is not that cannot do anything with the promise that was given to Abraham 430 years back. That's why in the book of Galatians it is said that the commandment, 10 commandment that was given to Moses is till the time of the seed of Abraham, Jesus Christ. और परमेश्वर ने व्यवस्था इसलिए दिया कि मनुष्य उसका पालन करे और पापों में न पड़े रहे। लेकिन उससे पहले 430 साल पहले दी गई वादा जो है उसको व्यवस्था रद्द नहीं करता है। इसलिए ही हम गलातियों में पढ़ते हैं कि व्यवस्था वादा का पुत्र, वादा का संतान यीशु मसीह जब तक आएगा तब तक के लिए है। ഹലോ മനസ്സിലായ? ഗലാത്യ ലേഖനം 3:19 ഒന്ന് വായിച്ച്. എന്നാൽ ന്യായപ്രമാണം എന്തിന്? ന്യായപ്രമാണം ഇത് സംഭവം എന്തിനാന്നാണ് ചോദിക്കുന്നത്. വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം. വാഗ്ദത്തം ലഭിച്ച സന്തതിയാണ് നിൽക്കണേ. ക്രിസ്തു ആർക്കാ വാഗ്ദത്തം കിട്ടിയേ? അബ്രഹത്തിന് വാഗ്ദത്തം കിട്ടി. ആ വാഗ്ദത്തം കിട്ടിയ സന്തതി ഭൂമിയിലേക്ക്
എന്തിനായിട്ട് വരുമോ? രക്ഷകനായി. ഈ പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ വരുന്നത് വരെ താഴേക്ക്. അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ഈ മനുഷ്യന്റെ ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം ആ മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതുമത്രേ. ആ മോശയുടെ കയ്യിൽ, മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചത് അത്ര. പിടുത്തം കിട്ടിയ ക്ലിയർ ആണല്ലോ. ഹല്ലേലൂയ. ഇനി അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ എഴുതിയിട്ടുള്ളൊരു കാര്യം, 3:14 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുള്ളൊരു കാര്യം, ഈ ന്യായപ്രമാണം ഒരിക്കലും, ശ്രദ്ധിച്ചു കേട്ടോളണം, ഒരിക്കലും അബ്രഹത്തിന് കൊടുത്ത വാഗ്ദത്തത്തെ ക്യാൻസൽ ചെയ്യത്തില്ല. അതവിടെ തന്നെയുണ്ട്. മനസ്സിലായോ? നമ്മൾ അവിടം വരെ ചിന്തിച്ചോളൂ. എന്നാൽ ഇതിന് മുമ്പൊരു ബ്ലെസ്സിങ് ഉണ്ട്. ന്യായപ്രമാണത്തിന് മുമ്പ് അബ്രഹാത്തിന് കൊടുത്ത ബ്ലെസ്സിങ്. പലരും ന്യായപ്രമാണത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് പൗലോസിനോട് എതിർത്തു. അപ്പോഴാണ് പൗലോസ് പറയുന്നത്, ന്യായപ്രമാണം ഒരിക്കലും 430 വർഷം മുമ്പ് കൊടുത്ത, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തെ ക്യാൻസൽ ചെയ്യുന്നില്ല. പക്ഷെ അതിനു മുമ്പ് പറഞ്ഞുള്ള കാര്യം നമ്മൾ മറന്നുപോയി, അല്ലേ? Try, I will help. Galatians chapter 3 verse 19 says, "For if the inheritance of the promise, what then was the purpose of the law? It was added later on, all after the promise, to disclose and expose to men their guilt because of transgression, and to make men more conscious of the sinfulness of sin. And it was intended to be in effect until the seed, the descendant, the heir should come to and concerning whom the promise had been made." तो इसलिए हम गलातियों 3:19 में पढ़ते हैं, तब फिर व्यवस्था क्यों दी गई? वह तो अपराधों के कारण बाद में दी गई कि उस वंश के आने तक रहे जिसकी प्रतिज्ञा दी गई थी, और वो स्वर्गदूतों के द्वारा एक मध्यस्थ के हाथ ठहराई गई है। तो यहाँ से हमें समझ आता है कि प्रतिज्ञा जिसके बारे में परमेश्वर ने इब्राहिम को दिया था, उसको व्यवस्था रद्द नहीं करता है। ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ന്യായപ്രമാണം ഒരിക്കലും അബ്രഹാമിന് കൊടുത്ത 430 വർഷം മുമ്പ് കൊടുത്ത വാഗ്ദത്തത്തെ ക്യാൻസൽ ചെയ്യുന്നില്ല. അബ്രഹാമിന്റെ വാഗ്ദത്തം ദൈവം, ശ്രദ്ധിച്ചു കേട്ടോളാം, ലോകസ്ഥാപനത്തിന് മുമ്പ് മനുഷ്യരെ അനുഗ്രഹിച്ച അനുഗ്രഹത്തെയും ക്യാൻസൽ ചെയ്യുന്നില്ല. ശ്രദ്ധിച്ചു കേട്ടോളാം. ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം മനുഷ്യരെ അനുഗ്രഹിച്ച, നീ കിങ്ഡം അവകാശമാക്കിക്കൊള്ളുവേൻ എന്ന് പറഞ്ഞ അനുഗ്രഹത്തെയും ക്യാൻസൽ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക. The law that was given to Moses does not end the promise that was given by God the Father to Abraham. व्यवस्था, मूसा के द्वारा दिया गया व्यवस्था इब्राहिम को दी गई प्रतिज्ञा को रद्द नहीं करता। वैसे ही इब्राहिम को दी गई प्रतिज्ञा परमेश्वर ने जगत के उत्पत्ति पर जो इंसान को वादा किया था उसे रद्द नहीं करता। ലോകസ്ഥാപനത്തിന് മുമ്പ്, തൽക്കാലം പിശാചൊന്നും വിട്ടേക്കണം, ലീവ്. ലോകസ്ഥാപനത്തിന് മുമ്പ് ഇവിടെ നിൽക്ക്, അങ്ങോട്ട് തിരിഞ്ഞേക്ക്, അങ്ങോട്ട് തിരിഞ്ഞേക്ക് മോളെ. തലയൊക്കെ വെച്ചൊന്ന് അനുഗ്രഹിച്ചേ, തലയൊക്കെ വെച്ച് അനുഗ്രഹിക്കുക. ഉൽപ്പത്തി 1:28 വായിച്ചേ. ആ പിതാവിന്റെ അനുഗ്രഹം നമുക്കവിടെ കാണാം. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. എപ്പോ? ലോകസ്ഥാപനത്തിന് മുമ്പ് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കിങ്ഡം, യേശു പ്രസംഗിച്ച സുവിശേഷം അവകാശമാക്കിക്കൊള്ളുവേ. ഒന്ന് വായിച്ചു. ഉൽപ്പത്തി 1:28 ശബ്ദം ഉയർത്തി. ദൈവം അവരെ അനുഗ്രഹിച്ചു, കൈവയ്ക്ക്, അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിയിന്മേലും
സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. ശ്രദ്ധിച്ചേ കേട്ടോ, ദൈവം ഇവരെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹം മോനെ മോളെ നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. ആ അനുഗ്രഹം അബ്രാഹത്തിന്റെ വാഗ്ദത്തത്തിന് മുമ്പ് നിന്റെ മേലുണ്ട്. ആ അനുഗ്രഹം ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പ് നിന്റെ മേലുണ്ട്. ഈ ഭൂമിയിൽ ദൈവം നിന്നെ വെച്ചത് കിങ്ഡം പ്രാപിക്കാനാ. Genesis chapter 1 verse 29 says, "And God blessed them and said to them, Be fruitful, multiply and fill the earth and subdue it, using all its vast resources in the service of God and man, and have dominion over the fish of the sea and birds of the air and over every living creature that moves upon the earth." And this blessing was already upon the man even before the law was given to Moses. हम उत्पत्ति 1 के 28 में मनुष्य की सृष्टि के बाद परमेश्वर ने उसे दी गई आशीष को पढ़ते हैं। और परमेश्वर ने उसको आशीष दी और उनसे कहा, फूलो फलो और पृथ्वी पर भर जाओ और उसको अपने वश में कर लो, और समुद्र की मछलियों तथा आकाश के पक्षियों और पृथ्वी पर रेंगने वाले सब जंतुओं पर अधिकार रखो। तो देखिए, ये आशीष परमेश्वर ने जगत के उत्पत्ति पर हमें दी है, और वो इब्राहिम को दी जाने वाली आशीष से पहले और मूसा की व्यवस्था से पहले ही हम पर, मनुष्य पर है। ഇതുകൊണ്ടാണ് യേശുക്രിസ്തു ലൂക്കോസ് 12:32 നമ്മളോട്, മാനവകുലത്തോട് പറയുന്നത്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, ഞാനല്ല, എന്റെ പിതാവ് നിങ്ങൾക്ക് കിങ്ഡം തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. Luke 12:32. Luke 12:32 says, "My little flock, I am glad to give you the kingdom." इसलिए ही प्रभु यीशु ने लूका उसके 10 के 12 में कहा, 12 के 32 में कहा कि भयभीत न हो छोटे झुंड, क्योंकि पिता को भाया है कि राज्य तुम्हें दे. Hallelujah. Glory to God. പിടിച്ചോണ്ടിങ്ങ പോരെ, ലീവ് കഴിഞ്ഞു മോളെ, ഇങ്ങ പോരെ. ഇങ്ങനെ നോക്കിയേ, കണ്ടോ? ഇപ്പൊ കാണുന്ന കാത്തിരിക്കുന്ന പിതാവിനെയാ. ഇങ്ങനെ ഒന്നുകൂടി നിന്ന് ഞാനൊന്ന് കണ്ടോട്ടെ. ആർക്ക് വേണ്ടി കാത്തിരിക്കണേ? മോനെ, നിനക്ക് വേണ്ടി കാത്തിരിക്കുക. യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കിങ്ഡം നിനക്ക് തരുവാ നിന്റെ അപ്പ കാത്തിരിക്കുന്നു. നീയാ ഭൂമിയുടെ രാജാവ്. ദൈവം നിന്നെയാ ഭൂമിയുടെ രാജാക്കി വെച്ച. പക്ഷെ ഇതുവല്ലോ നിനക്കറിയോ? ഹല്ലേലൂയ. ഇതുവല്ലോ നിനക്കറിയോ? ഇത് പറയാൻ ഏൽപ്പിച്ചവരെ പിശാച് കീഴടക്കി. അവരിന്ന് ഇതൊന്നും പറയണില്ല. അവര് പറഞ്ഞു, ഈ യേശു നിനക്ക് നല്ല ഉടുപ്പ് തരും, നല്ല തലവേദന മാറ്റും, മുട്ടുവേദന മാറ്റും, നല്ല ജോലി തരും, ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും എനിക്ക് യാതൊരു ഗുണമില്ല. കാരണം എന്നെ ഇവിടെ അതെല്ലാം കിട്ടിയ, ജോലി കിട്ടി, ഉടുപ്പ് കിട്ടി, എല്ലാം കിട്ടി, എന്നെ മരണം കൊന്നു മൂടും. മനസ്സിലായോ? ഹല്ലേലൂയ. Jesus, when he was on the earth, he spoke to us that my little flock, my Father is pleased to give you his kingdom. And this message is seldom heard anywhere in the church, because the servants of God are under the control of Satan, and they speak prosperity instead of the gospel that was clearly spoken by Jesus Christ. अब इंसान के लिए परमेश्वर पिता वो ताकते रहता है, वो इंतजार कर रहा है, क्योंकि जैसे यीशु मसीह ने कहा, राज्य परमेश्वर मनुष्य को देना चाहता है। लेकिन ये जो समाचार, ये जो संदेश है, वो प्रभु के दासों के पास भी वो छुप कर रहा है। वे जिनको वो दिया गया था वो उसे बता नहीं रहे हैं. ഹല്ലേലൂയ. അപ്പോ ഈ ന്യായപ്രമാണത്തിന്റെ പണി എന്താണെന്ന് നമ്മൾ കേട്ടു, ഗലാത്യർ 3:19. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഈ ന്യായപ്രമാണം ഈ മനുഷ്യര് പാപം ചെയ്യാതിരിക്കാൻ വിഷമമായോ? വിഷമിച്ച കുഴപ്പമില്ല, അതാണ് എല്ലാ മനുഷ്യന്റെയും നേച്ചർ. ഓക്കെ, ഈ ന്യായപ്രമാണം എന്തിനാ തന്നെന്നറിയാമോ? ഈ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ ന്യായപ്രമാണം. എന്നിട്ട് ഈ ന്യായപ്രമാണത്തിനൊരു പേരിട്ടു, ബേബി സിറ്റിംഗ്. ഹല്ലേലൂയ. ശിശുപാലകൻ. The law was given to us that we may not commit sin, and a name was given to the law, that baby sitting.
तो इसीलिए व्यवस्था को मनुष्य की रखवाली करने के लिए दी गई थी और उसका नाम रखा है शिशुपालक. ഗലേഷ്യൻ 3:24 നമുക്ക് കാണാനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെ ഈ ന്യായപ്രമാണം ശ്രദ്ധിച്ചുകേട്ടോളം നമ്മളെ ക്രിസ്തുവിങ്കലേക്ക് നടത്തുന്നതിന് ശിശുപാലകനായി ഭവിച്ചു. അതായത് അബ്രഹത്തിന്റെ അനുഗ്രഹത്തിലേക്കാണ് ന്യായപ്രമാണം കൊണ്ടുവന്നാക്കുന്നത്. വായിക്കേ ഗലേഷ്യൻ 3:24. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. Galatians chapter 3 verse 24 says, so that the law served to us Jews as our trainer, our guardian, our guide to Christ, to lead us until Christ came, that we might be justified, declared righteous, put in right standing with God by and through faith. गलातियों 3:24 में हम देखते हैं, इसलिए व्यवस्था मसीह तक पहुंचाने के लिए हमारी शिक्षक हुई कि हम विश्वास से धर्मी ठहरे. അപ്പൊ ന്യായപ്രമാണം നമ്മളെ എവിടെ കൊണ്ടാക്കണം? ക്രിസ്തുവിന്റെ അടുക്കൽ കൊണ്ടാക്കണം. ക്രിസ്തു ആരുടെ അനുഗ്രഹം? അബ്രഹത്തിന്റെ അനുഗ്രഹമാണ് ക്രിസ്തു. ഹല്ലേലൂയ. അബ്രഹത്തിന്റെ സീഡാണ് ക്രിസ്തു. ഹല്ലേലൂയ. അപ്പോ ഈ ന്യായപ്രമാണം ക്രിസ്തു വരുന്നത് വരെ, ക്രിസ്തു വന്നാൽ കുട്ടിയെ അവിടെ കൊണ്ടാക്കണം, മനുഷ്യനെ ക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടാക്കണം. ചെയ്യാം. ഈ കയ്യിൽ ന്യായപ്രമാണം പിടിച്ചു, മറ്റേ കൈ കുട്ടിയെ പിടിച്ചു. പിശാചും പറയോ പോരെ, പിടിച്ചു പോരെ, കൈ പിശാചും പിടിച്ചോ. രണ്ടുപേരും പോ, എല്ലാവരും പോരും. വാ മൊത്തത്തിൽ വരും. ആരുടെ അടുക്കലാണ് വരുന്നേ? ക്യാമറ മറയാതെ ആ സൈഡിൽ. പിശാച് ഇത്തിരി ഇറങ്ങി നിന്നോ, കുഴപ്പമില്ല. ഇത്തിരി താന്ന് നിന്നാലും കുഴപ്പമൊന്നുമില്ല. ആരുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നേ? ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. ക്രിസ്തു ന്യായപ്രമാണം മേടിക്കത്തില്ല. ഓക്കെ, ന്യായപ്രമാണം അതോട് കഴിഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് മേടിക്കല്ലേ, പിടിക്കേ, ഞാൻ പറഞ്ഞിട്ട് കൊടുത്താൽ മതി. കൊടുക്കാൻ പറ്റത്തില്ല, കാരണം പാപത്തിന് പരിഹാരം ചെയ്യണ്ടേ. അപ്പം രണ്ട് കൈയും അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി ക്രൂശിൽ മരിക്കുകയാണ്. ഈ മനുഷ്യനെ പിശാചിൽ നിന്ന്, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കാൽവരി ക്രൂശിൽ യാഗമായി. മനസ്സിലാവുന്നുണ്ടോ? അതുവരെ ന്യായപ്രമാണം ഈ കുഞ്ഞിനെ സൂക്ഷിക്കണം. ശിശുപാലകൻ. ഹല്ലേലൂയ. ആ ശിശുപാലകനായ ന്യായപ്രമാണം അമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ ഡേ കെയറിൽ വെച്ചേക്കോ? അമ്മയുടെ കൊടുക്കത്തില്ലേ? അതുപോലെ ഇതാ സ്വർഗത്തിൽ നിന്ന് അപ്പൻ്റെ അടുക്കൽ നിന്ന് ആള് വന്നു കൊണ്ടുപോകാൻ വീട്ടിലേക്ക്. ഹല്ലേലൂയ. ഇനി കാൽവരിയിൽ മരിച്ചു പരിഹാരവും ചെയ്തത് കൊണ്ട് ഇനി ഇതാ ന്യായപ്രമാണം യേശുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. കൈ പിടിച്ചോ. ഇനി ന്യായപ്രമാണത്തിൻ്റെ പണി കഴിഞ്ഞു. ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം സ്നാപകം വരെയുള്ളൂ. യേശു വരുന്നത് വരെയാ. പക്ഷെ ഈ ന്യായപ്രമാണം മാറുമോ? ഇല്ല, അതവിടെ തന്നെ ഉണ്ട്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഇതാ ഈ ന്യായപ്രമാണത്തെ മാറ്റുവാനല്ല യേശു വന്ന. ന്യായപ്രമാണം അവിടെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കാത്ത യഹൂദന്മാർക്കൊക്കെ ഇന്ന് ന്യായപ്രമാണമുണ്ട്. പക്ഷെ വിശ്വസിച്ചവർ ന്യായപ്രമാണത്തിൽ ഒഴിവുള്ളവരായി. മനസ്സിലായി? ആരിൽ വിശ്വസിച്ചവർ? യേശുവിൽ വിശ്വസിച്ചു. അവർക്ക് പ്രമാണം വേറെ, ആത്മാവിൻ്റെ പ്രമാണമായി. ന്യായപ്രമാണം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ജഡത്തിൽ ജീവിക്കുന്നവർക്ക്, ആത്മാവിൽ മരിച്ചവർക്ക്, സ്പിരിച്വലി ഡെഡായവർക്ക് ന്യായപ്രമാണം, സ്പിരിച്വലി എലൈവായവർക്ക് ആത്മാവിൻ്റെ പ്രമാണം. പിടുത്തം കിട്ടിയാ? ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുവിൻ്റെ കൈ കിട്ടി. ഇനി ഇതൊരു ബോഡിയാണ്. ക്രിസ്തു തല, ഇവർ ശരീരമായിട്ടുള്ള ബോഡിയാണ്. ഹല്ലേലൂയ. അപ്പൊ അബ്രഹത്തിന്റെ അനുഗ്രഹത്തിന്റെ ഗുണം കണ്ട. ഹല്ലേലൂയ. ഇനി ക്രിസ്തു ഇത് കൊണ്ടുപോയി വേറൊരാളെ ഏൽപ്പിക്കണം. ഇത് നമുക്കറിഞ്ഞുകൂടാ. നമുക്ക് അറിഞ്ഞൂടി. ക്രിസ്തു ഇത് കൊണ്ടുപോയി, ഈ മനുഷ്യരെ കൊണ്ടുപോയി വേറൊരാളെ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. നമ്മളിതൊന്നും മിണ്ടുന്നില്ല, നമുക്ക് അറിയത്തില്ല. പിശാചൊക്കെ മറച്ചു. ക്രിസ്തു ഈ മനുഷ്യരെ കൊണ്ടുപോയി പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അത് വ്യക്തതയോടെ തിരിച്ചറിയണം. കാരണം അബ്രഹത്തിന്റെ അനുഗ്രഹത്തിലൊന്നും അവസാനിക്കുന്നില്ല. ഇതാണ് ക്രിസ്തു പറയുന്നത് ഈ മനുഷ്യരോട്. ക്രിസ്തു പറയാണ്, ലോകസ്ഥാപനത്തിന് മുമ്പ് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. മനസ്സിലായോ? അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പ് ഇവരെ ആരനുഗ്രഹിച്ചിട്ടുണ്ട്? പിതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ കുറേ ഓടിപ്പോയി, അറിഞ്ഞില്ല. ഓക്കെ, ട്രൈ. The law which was given to God, given to Moses by God to keep us away from committing sin,
guide us to get connected to Abraham blessing, that is Jesus Christ. And Jesus Christ is our Savior, and He paid the price, and through His crucifixion He delivered us from the hand of the devil. But still the law of Moses is alive, so that is practiced by those who think carnally. But the law of Spirit is for people who are redeemed by Jesus Christ. And now Jesus Christ has to guide us to God the Father. तो ये व्यवस्था जो है वो हमें यीशु मसीह तक हमें ले चलता है, यीशु मसीह के पास पहुंचाता है। तो इसीलिए जब यीशु मसीह आया, यीशु मसीह ने, जो पिता ने यीशु मसीह को भेजा, यीशु मसीह ने अपना जान क्रूस पर दे दिया ताकि मनुष्य को जो शैतान के वश में था उसको छुटकारा दे। तो वो जब हुआ तो व्यवस्था पीछे हटा है, इसलिए लिखा है व्यवस्था बपतिस्मा देने वाले यूहन्ना तक है, यानी कि यीशु मसीह तक है। इसका अर्थ ये नहीं है कि व्यवस्था अभी रद्द किया गया है, क्योंकि व्यवस्था जो है, परमेश्वर के वचन जो है वो अटल है, वो कभी नहीं हटता है। लेकिन जो प्रभु यीशु मसीह में है, यीशु मसीह में विश्वास किए हैं, वे आत्मा के नियम के अधीन में है, आत्मा की व्यवस्था के अधीन में है। और जो यीशु मसीह में विश्वास नहीं किए हैं वे व्यवस्था के अधीन में है। ഹല്ലേലൂയ. വല്ല പിടുത്തം കിട്ടുന്നുണ്ടോ? യാത്ര തുടങ്ങിയ എവിടെന്നറിയാമോ? പിതാവിലായിരുന്നു, സാപത്തായിരുന്നു. അതിനുശേഷം പാപം ചെയ്തപ്പോൾ തകർന്നു, പിശാച് പിടിച്ചോണ്ട് പോയി. അവസാനം ന്യായപ്രമാണം വീണ്ടും കൂടുതൽ പാപം ചെയ്ത പിശാചിന്റെ അടി കിട്ടാതിരിക്കാൻ വേണ്ടി തൽക്കാലം കാത്തു. അതിനുശേഷം ഇതാ ന്യായപ്രമാണം നമ്മളെ അബ്രാഹത്തിന്റെ അനുഗ്രഹമായ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു. ഇനി യാത്ര തീരുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്തോളണം? പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി. ക്രിസ്തയേശുവിൽ അവസാനിക്കുന്നില്ല. ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുണ്ട് തൻ്റെ ഭവനത്തിലേക്ക്. അവിടെ ചെന്ന് വേണം അവസാനിക്കാൻ. അതുകൊണ്ട് ക്രിസ്തു നമ്മളെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് കൊണ്ടേ ആക്കണം. The man who was with God the Father committed sin, and he became under the control of Satan. And to keep us away from the control of Satan and to preserve us, God gave law to Moses. And when we through obeying the laws of Moses, we come to the blessing of Abraham, that is a seed, that is Jesus Christ. And now Jesus Christ has to guide us to God the Father. और आपको याद होगा कैसे हमने शुरू किया है। पहले मनुष्य परमेश्वर के साथ था, वो पहले सबत के अनुभव में था, लेकिन पाप के कारण वो शैतान के अधीन में हो गया, वश में हो गया। उसके बाद परमेश्वर ने व्यवस्था दिया ताकि उस व्यवस्था के पालन करने से हमें शैतान से ज़्यादा मार नहीं मिले। लेकिन बाद में फिर इब्राहिम का वादा किया हुआ वंश आया और उसने हमें, जो प्रभु यीशु मसीह आया, लेकिन यीशु मसीह में समाप्त नहीं होता है। यीशु मसीह हमें पिता परमेश्वर के पास में ले जाएगा। ഓ ഫാദർ, താങ്ക് യു. നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഒന്ന്, ന്യായപ്രമാണം, മോസസ് ലോ, അതാണിത്. രണ്ട്, അബ്രഹാംസ് ബ്ലെസ്സിങ്, അബ്രഹാമത്തിൻ്റെ സന്തതി, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. വേറൊരെണ്ണം നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരെണ്ണമുണ്ട്. അത് ലോകസ്ഥാപനത്തിനു മുമ്പ് നടന്നതാണ്. അത് ലോകസ്ഥാപനത്തിൽ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട. അത് മൂന്നും കണ്ടുകൊണ്ട് വേണം നാം നമ്മുടെ ജീവിതം കാണുവാൻ. നാം ഇതിലെവിടം വരെ എത്തിയെന്ന് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കണം. So on the screen you can see three things. Firstly, Moses' law. Secondly, Abraham's blessing, which is the seed of Abraham, that is Jesus Christ. And finally, Father's blessing, which is invisible to us. And we have to know more about that, and seeing that we have to regulate our life. स्क्रीन पर जो आप देख रहे हैं वो तीनों बातें मंच पर भी आप देख पाएंगे, यानी कि मूसा का व्यवस्था, इब्राहिम का आशीष और पिता परमेश्वर का आशीष जो जगत के उत्पत्ति पर प्रभु यीशु मसीह के द्वारा हमें दी गया था। ये तीनों बातों को समझते हुए हमें चलना है। ഇതുകൊണ്ടാണ് അവസാന ന്യായവിധിയിൽ മത്തായി 25:34 യേശു ക്രിസ്തു പറയുന്നത് തൻ്റെ വലത്തുള്ളവരോട്, മോളെ
യേശുക്രിസ്തു പറയാ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. ഞാൻ അനുഗ്രഹിച്ചു എന്നല്ല പറഞ്ഞേ, കാരണം യേശു കണ്ടു തൻ്റെ പിതാവ് അനുഗ്രഹിക്കണേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. എപ്പോ? ലോകസ്ഥാപനത്തെങ്കിൽ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കിങ്ഡം അവകാശം ആക്കിക്കൊള്ളുവിൻ. മത്തായി 25:34. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. അപ്പൊ ഈ കിങ്ഡം എപ്പോ മുതൽ ഒരുക്കിയിരിക്കണ? ലോകസ്ഥാപനം മുതലാണ്. അപ്പ കിട്ടിയ അനുഗ്രഹമാണ്. ഉൽപ്പത്തി 1:28. ഇത് ആർക്കറിയാം? ക്രിസ്തുവിനറിയാം. ഇതുകൊണ്ടാണ് നമ്മളോട് 1 പത്രോസ് 3:9 ഞാൻ ചോദിക്കുന്നു. അവിടെ പറയുന്നത് ഇത് പറയണ്ട. The Gospel of Matthew, chapter 25, verse 34 says, "Then the king will say to those at his right hand, 'Come, you blessed of my Father, you favored of God and appointed to an eternal salvation. Inherit, receive as your own the kingdom prepared for you from the foundation of the world.'" इसलिए ही यीशु मसीह उनसे कहता है, मत्ती 25:34 में हम पढ़ते हैं, तब राजा अपनी दाहिनी ओर वालों से कहेगा, हे मेरे पिता के धन्य लोगों, आओ उस राज्य के अधिकारी हो जाओ जो जगत के आदि से तुम्हारे लिए तैयार किया गया है. ഹല്ലേലൂയ. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? ഇനി നമുക്ക് ഇതിന്റെ ഫൈനൽ ജേണി നമുക്കൊന്ന് ഫൈനലായിട്ടുള്ള കാണാം. അങ്ങനെ അവസാനം യേശുക്രിസ്തു എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ മക്കളെ, ഇവരെ 1000 വർഷ ഭരണശേഷം ഇത് എല്ലാം റെഡിയാക്കി സകല ശത്രുക്കളെയും കാൽ കീഴിലാക്കി അതിനുശേഷം നമ്മളെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. മനസ്സിലായോ? ഹല്ലേലൂയ. ഒടുക്കത്തെ ശത്രുവായ മരണം, പിശാച് നീങ്ങിപ്പോകും. അവൻ ക്രിസ്തു സകല വാഴ്ചകളെയും അധികാരങ്ങളെയും നീക്കുവോളം വാഴേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം നീക്കിയതിന് ശേഷം കിങ്ഡം, അതാണ് നമ്മളെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. കൊണ്ട് ഏൽപ്പിച്ചോ? പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇതാണ് ഒടുക്കത്തെ സാബത്ത് എക്സ്പീരിയൻസ്. മനസ്സിലായോ? ഇനി നമ്മൾ നിത്യം പിതാവോട് കൂടെ ആയിരിക്കും. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോട് കൂടെ പാർക്കും. ഇതാണ് ന്യൂ കവണന്റ് എസ്റ്റാബ്ലിഷിംഗ്. And finally, having Jesus lived on this earth for thousands of years, will give us who are the kingdom to his Father. और उसके बाद में यीशु मसीह हमें, यानी कि जो राज्य है उसको पिता परमेश्वर के पास देगा, और तभी वो सारे साम्राज्यों को और अधिकारों को अपने पांव तले करने के बाद में, और अंतिम शत्रु जो है, जो शैतान है, जो मृत्यु है, उसे भी हराने के बाद में वो हमें, यानी कि राज्य को पिता परमेश्वर के पास सौंपेगा, जो है अंतिम शबत का अनुभव. ഹല്ലേലൂയ. ഇനി നമുക്ക് ആ യാത്ര ഒന്നും കൂടി ഒന്ന് കാണുമ്പോൾ സബത്ത്, ബ്രോക്കൺ സബത്ത്, എഗെയിൻ സബത്ത് ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതാ മനുഷ്യന്റെ തുടക്കത്തിൽ പിതാവ് അനുഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി 1:26 മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനമെടുത്തു. 27 മനുഷ്യനെ സൃഷ്ടിച്ചു. 28 അവനെ അനുഗ്രഹിച്ചു. ആ സന്താനപുഷ്ടികളെ പെരുകി ഭൂമിയിൽ നിറഞ്ഞ് ആ ഭൂമിയെ വാഴുക, ഭൂമിയുടെ കിങ്ഡം നീ ഏറ്റെടുക്കുക, അനുഗ്രഹിച്ചു. എന്നാൽ പരീക്ഷയിൽ മനുഷ്യൻ തോറ്റുപോയി. തുടർന്ന് ഇതാ സത്താനിങ്ങ് പിടിച്ചോണ്ട് പോരും. പരീക്ഷയിൽ മനുഷ്യൻ തോറ്റുപോയി. മനുഷ്യനെ മരണം കൊണ്ടുപോയി. ഏക മനുഷ്യനാൽ പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പോ നേരത്തെ സാപത്തിലായിരുന്നു, അപ്പനോട് കൂടെ ഒരുമിച്ച് വസിക്കുകയായിരുന്നു. എന്നാൽ അതോടുകൂടെ മനുഷ്യൻ ദൈവത്തിനാകുന്നതോടെ സാപത്ത് തകർന്നു. അപ്പോ തുടർന്ന് സാപത്ത് തകർന്ന അവസ്ഥ എത്രത്തോളം പറയാൻ പറ്റുമെന്ന് നോക്ക്. Firstly, man was with Father, and that is Sabbath. And God the Father blessed man to have dominion over this earth. But after committing sin, he became in the control of Satan. And then that is broken Sabbath.
तो एक और बार दोहराना चाहते हैं जो हमने यहाँ पर बताया था वो बात है। शुरुआत में मनुष्य परमेश्वर के साथ था। हम देखते हैं उत्पत्ति 1:26 में मनुष्य को सृष्टि के बारे में कहता है, फिर उसकी सृष्टि, उसके बाद 28 में परमेश्वर उसे आशीष देता है, सब बातों पर अधिकार देता है। लेकिन मनुष्य का परीक्षा जब होता है उसमें वो हार जाता है पाप करके, तब वो शैतान के वश में हो जाता है। शैतान उसे परमेश्वर से अलग करता है। तो ये हम देखते हैं सबत और टूटा हुआ सबत। ഹല്ലേലൂയ. ഇനി ദൈവത്തിന് ഈ മക്കളെ വീണ്ടും തന്നോടുകൂടെ വേണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ന്യായപ്രമാണവും അബ്രഹാത്തിനുള്ള വാഗ്ദത്തവും ന്യായപ്രമാണവും, തുടർന്ന് ക്രിസ്തു കാൽവരിയിൽ മരിക്കുന്നതും ക്രിസ്തുവെ അനുഗമിക്കുന്നതും, ഇതെല്ലാം ഒറ്റ പരിപാടിക്ക് വേണ്ടിയാ ദൈവജനത്തിന് ഒരു സബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവത്തോടുകൂടിയുള്ള വാസം ശേഷിച്ചിരിക്കുന്നു. There remaineth a Sabbath for the man. So now all things are happening, following obeying the laws of Moses and following Jesus Christ and the crucifixion of Jesus Christ. All these things are bringing us back to Father. उसके बाद में जो कुछ भी होता है वो इसके प्रयास में है कि मनुष्य को वापस परमेश्वर के साथ में पुनर्स्थापित करना है। तो उसके बाद में जो कुछ होता है, इब्राहिम की प्रतिज्ञा और मूसा के द्वारा व्यवस्था दिया जाना, फिर यीशु मसीह का आना, यीशु मसीह का क्रूस पर अपना जान देना और यीशु मसीह के पीछे हमारा हो लेना, ये सब हमें अंत में वापस पिता परमेश्वर के पास पहुंचाने के लिए है। ഹല്ലേലൂയ. പിന്നെ മനസ്സിലാക്കേണ്ടത്, ഈ ന്യായപ്രമാണം ഈ മനുഷ്യനെ കൂടുതൽ പാപത്തിൽ വീഴാതെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നു. യേശുക്രിസ്തു വന്നാൽ ഉടനെ യേശുക്രിസ്തുവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തു തന്റെ പ്രവൃത്തികൾ ഈ മനുഷ്യനിൽ ചെയ്ത് ഈ മനുഷ്യനെ തനിക്ക് അനുരൂപമായ ദൈവപുത്രനാക്കി പിതാവിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. അതാണ് again Sabbath. The law that was given to Moses preserves man from sin, and Jesus Christ, he redeems us. And again Jesus is, after having redeemed us, he brings us back to Father. That is again Sabbath. और व्यवस्था जो है वो सहायक बनता है कि मनुष्य को और पापों में नहीं गिरने से कैसे वो बचा रह सकता है, इसके लिए उसे मदद करता है। लेकिन यीशु मसीह के आने पर हम व्यवस्था के द्वारा हम यीशु मसीह के द्वारा पहुंचते हैं, फिर यीशु मसीह हमें उद्धार करता है, उसके बाद यीशु मसीह के समान हमें बनाता है, यीशु मसीह के अनुरूप बनाता है, उसके बाद में हमें पिता के पास वापस पहुंचाता है। वो है अंतिम सबत। ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു ഈ എബ്രഹാമിന്റെ കൈ പിടിച്ചോണ്ട് തന്നെ ഇങ്ങോട്ട് വാ. എബ്രഹാത്തിന്റെ സീഡല്ല. എബ്രഹാം അവിടെ നിന്നോ, ആള് മരിച്ചു പോയി. ഓക്കെ, ശ്രദ്ധിച്ചേ. ഇനി മോശ ഇതാ ലോ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് ഏൽപ്പിക്കുക, യേശുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക, യേശുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. ഇങ്ങനെ ഏൽപ്പിക്കുന്ന ഈ കൈ പിടിച്ചോ അവിടെ മോനെ, പിടിച്ചോ. പിശാച് അപ്പുറത്ത് വാ. പിശാച് വിടത്തില്ല, പിടിച്ചോ. അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. മനസ്സിലായോ? യേശു കാൽവരി ക്രൂശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പുള്ളിക്ക് ഈ വ്യക്തിയുടെ ഒരു അവകാശവും ഇല്ല. പക്ഷേ അത് ഇവരറിഞ്ഞില്ലെങ്കിൽ ഇവൻ വീണ്ടും കൈ പിടിച്ചോണ്ടിരിക്കും. മനുഷ്യൻ അറിയുന്നില്ലെങ്കിൽ പിശാച് വീണ്ടും നിങ്ങളെ പിടിച്ചോണ്ടേ ഇരിക്കുക. കാരണം ഇവനെ ഓടിച്ചാലേ ഇവൻ പോവുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ വായുടെ കൺഫെഷൻ വേണമെന്ന് പറയുന്നത് എപ്പോഴും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ ഇത് ഏൽപ്പിച്ചു. ഈ വ്യക്തി ഇത് തിരിച്ചറിഞ്ഞ് യേശുവെ രക്ഷകനായി സ്വീകരിക്കുക മാത്രമല്ല, യേശുവിനെ അനുഗമിക്കാനും കൂടി തീരുമാനിച്ചാൽ അതോടുകൂടി ഇവൻ വിട്ട് പോകും. പിശാചിന്റെ കൈ വിട്ടു. കാരണം യേശുവിന്റെ പുറകെ പോണേ, വെളിച്ചത്തിലേക്കാ പോണേ, പിശാചിന് വരാൻ പറ്റില്ല. തുടർന്ന് ഇവർ വെളിച്ചത്തിൽ നടക്കും. അങ്ങനെ യേശു ക്രിസ്തു ഈ കുഞ്ഞിനെ കൊണ്ടുപോയി തൻ്റെ അപ്പൻ്റെ അടുത്ത് ഏൽപ്പിക്കും. മനസ്സിലായോ? അതാണ് പുതിയ ഉടമ്പടിയുടെ എക്സിക്യൂഷൻ, എഗെയിൻ സാബത്ത്. ഇത് നമ്മുടെ ജീവിതത്തിൽ വരണം. ഹല്ലേലൂയ. The law of Moses guides us to the seed of Abraham, that is Jesus Christ. And when we accept Jesus Christ and follows Jesus Christ, the Satan will get departed from us because we walk in the light of Jesus Christ. And finally, Jesus Christ guides us to God the Father. There we have a Sabbath experience again. और हम देखते हैं व्यवस्था प्रभु यीशु मसीह के पास हमें पहुंचाता है
और जब यीशु मसीह को जब हम स्वीकार करते हैं हमारे उद्धारक के नाई, और साथ साथ जब हम अपने मुंह से कबूलते हैं तो शैतान हमें छोड़कर जाता है, और क्योंकि हम ज्योति में चलेंगे। और फिर प्रभु यीशु मसीह के जब हम पीछे चलेंगे, यीशु मसीह हमें अपने पिता के पास पहुंचा देगा। ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ദേവദാസന്മാരെ, ഞാൻ നിങ്ങളോട് കരഞ്ഞുകൊണ്ട് പറയട്ടെ, ഇന്നും ന്യായപ്രമാണത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നിങ്ങളുടെ സഭയെ കൊണ്ടുപോകുന്നതെങ്കിൽ, നിങ്ങൾ പുതിയ ഉടമ്പടിയിൽ നിന്ന് വളരെ 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 അകലെയാണ്. My dear servants of God, if you still are standing in the law of Moses, you are far away from the new covenant. इसलिए मेरे प्रिय भाइयों और प्रभु के दासों, आपको रोते हुए मैं विनती करना चाहता हूँ या आपसे कहना चाहता हूँ कि यदि आप आज भी व्यवस्था में ही खड़े हैं, आपके लोगों को उसमें ही सिखा रहे हैं, तो फिर नए वाचा से आप काफ़ी दूर है. എന്നാൽ അടുത്തവരോട് പറയട്ടെ, നിങ്ങൾ അബ്രഹാത്തിന്റെ അനുഗ്രഹത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പുതിയ ഉടമ്പടിയുടെ കരാറ് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ, അതിന്റെ എക്സിക്യൂഷനിലേക്ക് നിങ്ങൾ പോകുന്നതേയില്ല. And let me tell you, those who stand in the Abraham's blessing, you have just started the new covenant. You have not yet started executing the new covenant. और जो इब्राहिम की आशीष में भी विश्वास कर रहे हैं और उसी में जी रहे हैं, तो उनसे कहना चाहते हैं वे नए वाचा के करार में ही है, उसके साक्षात उसके पूर्तिकरण में नहीं पहुंचे हैं. എന്നാൽ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിൽ വിശ്വസിച്ച് യേശുവിനെ അനുഗമിച്ച് ആ സ്വർഗീയ പിതാവ് ലോകാരംഭത്തിൽ നമ്മളെ അനുഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കി ആ അനുഗ്രഹം അവകാശമാക്കാനാണ് യാത്രയാകുന്നതെങ്കിൽ നിങ്ങൾ പുതിയ ഉടമ്പടിയുടെ പൂർത്തീകരണത്തിനായി യാത്രയാവുകയാണ്. പുതിയ ഉടമ്പടി ക്രിസ്തുവുമായിട്ടല്ല, പുതിയ ഉടമ്പടി സ്വർഗസ്ഥ പിതാവുമായിട്ടാണ്. ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ്. But when you believe in the crucifixion of Jesus Christ and decide to follow Jesus Christ, you are in the process of execution of new covenant, and Jesus Christ is only the mediator of the new covenant. लेकिन यदि आप प्रभु यीशु मसीह को उद्धारक के नाई आप विश्वास करते हो, स्वीकार किए हो और यीशु मसीह के पीछे चलते हो, तो आप उस नए वाचा के पूर्तिकरण के लिए उस रास्ते में हैं. यीशु मसीह नया वाचा का पूर्तिकरण नहीं है, वो उसका मध्यस्थ है. ഹല്ലേലൂയ. കാര്യങ്ങൾ മനസ്സിലായോ ഒരുവിധം? ഇനി നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് ദൈവവചനത്തിലൂടെ ഒന്ന് ഉറപ്പിക്കാം, വചനം വായിച്ച് ഉറപ്പിക്കാം. അപ്പോൾ ഇനി ഞാൻ ഇവരെ വിട്ടോട്ടെ, ഓക്കെ? കാരണം ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇവരെ വിളിച്ചത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു. പ്രത്യേകിച്ച് മോക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ചെന്നാട്ടെ ന്യായപ്രമാണം ഇങ്ങനെ തന്നേരെ. Lord, I love you. ശ്രദ്ധിക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചെങ്കിലും നിങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ട് പുതിയ ഉടമ്പടി സ്വർഗസ്ഥ പിതാവോടാണ്, യഹോവയാം ദൈവത്തോടാണ്. യേശു ക്രിസ്തു ആ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ് എന്ന് തെളിയിക്കുന്ന വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. Let us read the verses that help us to know that Jesus Christ is the mediator that connects us to have fellowship with our Father. हमने पिछले बार पढ़ा था, लेकिन फिर भी आपको याद दिलाने के लिए हम पढ़ना चाहते हैं कुछ वचनों जिससे हमें मालूम पड़ता है नया वाचा प्रभु यीशु मसीह जिसका मध्यस्थ है, वो पिता परमेश्वर के साथ किया जाता है. സങ്കീർത്തന പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം, യഹോവയാം ദൈവം, പിതാവായ ദൈവം ഭൂമിയെ നോക്കി വിളിച്ചു പറയുകയാണ്, യാഗം ചെയ്ത് എന്നോട് ഉടമ്പടി ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ ചേർക്കുവേൻ. In the book of Psalm, verse 50, verse 5, God the Father is speaking to his saints. യാഗം ചെയ്ത് എന്നോട് ഉടമ്പടി ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ ചേർക്കുവേൻ. Gather my saints. Gather my saints together unto me, those that have made a covenant with me by sacrifice.
भजन संहिता 50 उसके 5 में परमेश्वर कहता है, मेरे भक्तों को मेरे पास इकट्ठा करो जिन्होंने बलिदान चढ़ाकर मुझसे वाचा बांधी है. ഇതാരാ പറയണേ? അതിന്റെ ഒന്നാം വാക്യം വായിച്ച്. ദൈവം യഹോവയായ ദൈവം അരുളി ചെയ്തു. ആരരളി ചെയ്യുന്നേ? യഹോവയായ ദൈവം. യേശു ക്രിസ്തുവിന്റെ പിതാവാണ് യഹോവയാം ദൈവം. ആ ദൈവമാണ് അരുളി ചെയ്യുന്നത്, എന്നോട് ഉടമ്പടി ചെയ്ത വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ ചേർക്കുവേ. ഹല്ലേലൂയ. എപ്പോ? ഇതാ ഞാൻ വരുന്നു. അതാണ് അതിന്റെ മൂന്നാം വാക്യം. ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ ദൈവം വരുന്നു. This was spoken by God, God the Father of Jesus Christ, Jehovah. And in the verse 3 it is said that our God cometh. हम ये बात किसने कहा है? उस भजन संहिता के पहले आयत में हम देखते हैं, ईश्वर परमेश्वर यहोवा ने कहा. और वो कहता है कि तीसरे आयत में हमारा परमेश्वर यहोवा आएगा. ഹല്ലേലൂയ. മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. ആരുമായിട്ടാണ് നമ്മുടെ ഉടമ്പടി? ആരുമായിട്ടാണ് ഒരുമിച്ച് നമ്മൾ താമസിക്കാനായിട്ട് പോകുന്നത്? വിവാഹ ഉടമ്പടിയിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കുന്നു. വാടക ഉടമ്പടിയിൽ ഇതാ തൻ്റെ പ്രോപ്പർട്ടി ഒരു ടെനന്റിന്, ഒരു വാടകക്കാരന് കൊടുക്കാൻ ഇതാ വാടക മുതലാളി തയ്യാറാകുന്നു. എന്നാൽ ഇവിടെ സ്വർഗസ്ഥ പിതാവ് ഇതാ നമ്മളോട് ഒരുമിച്ച് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. In the marital covenant, a man and a woman that they decide to get married, whereas in the rental agreement, an owner, the landlord and the tenant, they agree to hand over the house. And whereas in the covenant that we make with Father, through the covenant, we decide to live with Father. विश्वास करते हैं कि आपको समझ आया होगा कि ये वाचा किस किस के साथ में है. जैसे कि विवाह की वाचा में पति और पत्नी के बीच में वाचा होता है और वह एक साथ में रहते हैं. और भाड़े की वाचा की बात करें तो उसमें घर का मालिक जो है भाड़ेकर को उसके घर में रहने के लिए अनुमति देता है. और ये वाचा में परमेश्वर मनुष्य के साथ में रहना चाहता है. ഇതുകൊണ്ടാണ് ഫസ്റ്റ് തെസ്സലോനിക്കർ 5:9-10 വാക്യം പറയുന്നത്, നാം ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടവരാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും നാം ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ഇതിലൂടെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നാം ആരോടുകൂടെ ജീവിക്കണം? ദൈവത്തോടു കൂടി ജീവിക്കണം. അതിന്റെ മീഡിയേറ്റർ ആരാണ്? കർത്താവായ യേശുവാണ്. 1 Thessalonians chapter 5 verse 9 says, for God appointed us not into wrath, but unto the obtaining of salvation through our Lord Jesus Christ, who died for us, that whether we wake or sleep, we should live together with him. So through this verse it is clear that we are called to live with God the Father, and Jesus Christ is the mediator. इसलिए ही पहला थिस्सलुनी 5 उसके हम 9 और 10 में पढ़ते हैं, क्योंकि परमेश्वर ने हमें क्रोध के लिए नहीं परंतु इसलिए ठहराया है कि हम अपने प्रभु यीशु मसीह के द्वारा उद्धार प्राप्त करें. वह हमारे लिए इस कारण मरा कि हम चाहे जागते रहे या सोते, हम मिलकर उसी में मिल जाए. तो यहाँ पर साफ मालूम होता है कि हम किसके साथ रहना है? परमेश्वर के साथ में. ഇതാ ഹെബ്രായ ഇത് മറ്റൊരു വാക്യം. യേശു ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ്, മീഡിയേറ്റർ ആണെന്നുള്ളത് ഹെബ്രായ ലേഖനം 9:15 നമുക്ക് കാണുവാൻ കഴിയും. ശബ്ദമുയർത്തി വായിച്ചാട്ടെ. അതു നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നും വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. യേശു ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ, പുതിയ നിയമമല്ല, ന്യൂ ലോ അല്ല, ന്യൂ കവണന്റിന്റെ മധ്യസ്ഥനാകുന്നു. ബൈബിൾ വിശ്വസിക്കാമല്ലോ നിങ്ങൾക്ക്? Hebrews chapter 9 verse 15 says, therefore Christ is the mediator of a new covenant, so that those who are called may receive the promised eternal inheritance, now that he has died to redeem them from the transgressions committed under the first covenant. And here it is clearly mentioned that Jesus Christ is the mediator of a new covenant. और एक दूसरे वचन से हमें यहाँ पर साफ मालूम पड़ता है, यीशु मसीह नया वाचा का मध्यस्थ है. इब्रानियों 9 उसका 15.
इसी कारण वह नई वाचा का मध्यस्थ है, ताकि उसकी मृत्यु के द्वारा जो पहली वाचा के समय के अपराधों से छुटकारा पाने के लिए हुई है, बुलाए हुए लोग प्रतिज्ञा के अनुसार अनंत मिरास को प्राप्त करें। ഇതാ നമുക്ക് മൂന്നാമത് മറ്റൊരു വചനം കൂടി നോക്കാം. ഹെബ്രായ ലേഖനം 12:24 അവിടെയും പറയുന്നു യേശു ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ എൻഡല്ല, പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ്. Finally and thirdly, we can see in Hebrews chapter 12 verse 24, to Jesus the mediator of a new covenant, and to the sprinkled blood that speaks a better word than the blood of Abel. There also it is mentioned that Jesus is the mediator and not the end of the new covenant. एक और वचन जिससे हमें मालूम पड़ता है यीशु मसीह नया वाचा का अंत नहीं बल्कि उसका मध्यस्थ है, इब्रानियों 12:24, और नई वाचा के मध्यस्थ यीशु और छिड़काव के उस लहू के पास आए हो जो हाबिल के लहू से उत्तम बातें कहता है. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ ക്രിസ്തു ഇങ്ങനെ പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. അതിന്റെ അർത്ഥം ഞാനാണ് മീഡിയേറ്റർ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അവിടെയാണ് പിതാവിന്റെ അടുക്കൽ എത്തുമ്പോഴാണ് പുതിയ ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്, പൂർണ്ണമാകുന്നത്. And the word of God, it is said that Jesus Christ is the way, the truth and the light, and it is through Jesus Christ we enter into Father. इसलिए ही प्रभु यीशु मसीह कहता है, मार्ग सत्य और जीवन में हूँ, मेरे अलावा कोई भी पिता के पास पहुँच नहीं सकता है. पिता के पास पहुँचने पर उस वाचा का पूर्तिकरण होता है. നമ്മൾ നല്ലൊരു പങ്കും ഉടമ്പടി തുടങ്ങിയവരാണ്, പക്ഷേ ഉടമ്പടി രജിസ്റ്റർ ചെയ്യാതെ ആധാരം ചെയ്യാത്തവരാണ്. അതിന്റെ തെളിവാണ് മത്തായി 7:21, 22, 23 ന്യായവിധിയുടെ പാറ്റേൺ യേശുക്രിസ്തു പ്രവചിച്ചു പറഞ്ഞിരിക്കുന്നത്. Majority of us, we have started the new covenant, but we have not yet registered the covenant, which you can see in the Gospel of Matthew chapter 7 verse 21, 22, 23. हम में से अधिकांश लोगों ने उस नए वाचा का आरंभ तो किया है लेकिन उसको रजिस्टर नहीं किया है. इसलिए ही प्रभु यीशु मसीह ने उस न्याय के वचनों में कहा है, मत्ती 6:7 उसके 21, 22 और 23 में यीशु मसीह ने कहा, ഉടമ്പടി തുടങ്ങുന്നത് യേശുവിനെ കർത്താവേ എന്ന് വിശ്വസിച്ചും സ്വീകരിച്ചും കൊണ്ടാണ്. പക്ഷെ യേശു പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യുന്നത്, സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. അവർ ഉടമ്പടി ആരംഭിച്ചെങ്കിലും അവർക്ക് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല. The covenant was started by calling Jesus the Lord, Lord, but Jesus said, it is not for those who call me Lord, Lord, the kingdom of God, but the kingdom of God is for those who do the will of my Father. इसलिए वहाँ यीशु मसीह कहता है कि जिन्होंने वाचा का आरंभ किया है और यीशु मसीह को प्रभु प्रभु कहते हैं, वे नहीं परंतु स्वर्ग के परमेश्वर की पिता परमेश्वर की इच्छा करने वाले स्वर्ग के राज्य में प्रवेश करेंगे. സുവിശേഷം അറിയിക്കുന്നത് നല്ലതാണ്, കൃപാവരം പ്രാപിക്കുന്നത് നല്ലതാണ്, പക്ഷെ അതുകൊണ്ട് ഉടമ്പടി പൂർത്തിയാവുകയില്ല എന്നതിന്റെ തെളിവാണ് തൊട്ട് താഴെ 22, 23 വാക്യത്തിലെ ദൈവദാസന്മാർ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ നിന്റെ നാമത്തിൽ അനേക പ്രവൃത്തികൾ ചെയ്തു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു. എന്നാൽ യേശുക്രിസ്തു അവരോട് പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ get out, ഞാൻ ഒരു കാലത്തും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. It is good to preach the good news as well as to receive anointing, but Jesus said to those who cast away demons in his name and healed in his name, that you who made iniquity, I never knew you. सुसमाचार को प्रचार करना और वरदानों को पाना ये सब अच्छी बात है, लेकिन नए वाचा को प्राप्त करने के लिए वो सहायक नहीं होना जरूरी नहीं है. इसलिए ही 22 और 23 में उन लोगों से प्रभु यीशु मसीह कहता है जिन्होंने अनेक चमत्कार किए हैं, दुष्ट आत्मा को बाहर किया, बीमारों को चंगा किया, यीशु मसीह कहता है, मैं तुम्हें नहीं जानता हूँ, है कुकर्म करने वालों, मुझसे चले जाओ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ബൈബിൾ പറയുന്ന ശ്രദ്ധിക്കുക, ആരംഭത്തേക്കാൾ നല്ലതാണ് അതിൻ്റെ അവസാനം. അതുകൊണ്ട് സ്വർഗസ്ഥ പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേർന്ന് ആ സ്വർഗസ്ഥ പിതാവുമായി ക്രിസ്തുവിൽ ഒന്നായി തീരുവാൻ തക്കവണ്ണം എല്ലാവരും ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിക്കുക. So my dear brethren, let me tell you that the Bible says that end of all things is better than the beginning. So let us start our life with God through Jesus Christ, and finally let us reach our Father. ഇതാ നമുക്ക്
ഇത്രയും നേരം മനസ്സിലാക്കിയത് ഇപ്പോൾ സ്കിറ്റ് മാറിയിട്ട് ചിത്രത്തിലൂടെ പെട്ടെന്നൊന്ന് കാണാം. ഇപ്പോൾ നാം കാണുന്നത് മോശ നമ്മളെയും കൊണ്ട് ന്യായപ്രമാണം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഒരു പ്രായമായ വ്യക്തി മോശ ഇതാ ഒരു കുട്ടിയെയും കൊണ്ട് പോകുന്നു. ആ കുട്ടിയാണ് നമ്മൾ. ന്യായപ്രമാണത്തിലൂടെ നമ്മളെ കീപ്പ് ചെയ്യാണ്, സൂക്ഷിക്കുകയാണ്. So what we understood through the skit, let's now try to understand from a picture which is displayed over the screen. You can see that is Moses and there is a child. So Moses is guiding the child with the commandment that is in the hand of Moses. यहाँ पर जो हमने स्किट के द्वारा देखा था, अभी हम स्क्रीन में चित्रों के द्वारा समझने की कोशिश करेंगे. स्क्रीन पर एक व्यक्ति है जो मूसा है, उसके साथ में एक बालक है, वो उसकी रखवाली कर रहा है या अगुवाई कर रहा है. എന്നാൽ ഇതാ മോസസ് നമ്മളെ എത്തിക്കുന്നത് ന്യായപ്രമാണം നമ്മളെ അബ്രഹത്തിന്റെ അനുഗ്രഹത്തിലേക്കാണ് കൊണ്ട് ചെല്ലുന്നത്. അബ്രഹത്തിന്റെ അനുഗ്രഹമാണ് നമുക്ക് വരുന്നത് ക്രിസ്തു യേശുവിൽ. അങ്ങനെ ന്യായപ്രമാണം നമ്മളെ ഇതാ അബ്രഹത്തിന്റെ അടുക്കൽ അല്ലെങ്കിൽ അബ്രഹത്തിന്റെ സീഡായ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശു പാലകനായി വന്നു. നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാം. അടുത്ത ആൾ അബ്രഹമാണ്. അബ്രഹത്തിന്റെ സന്തതിയായി ക്രിസ്തുവേയും നിങ്ങൾക്ക് അവിടെ കാണാം. When we obey the rule, the law that was given to Moses, the law of Moses guides us to the blessing of Abraham. The blessing of Abraham is Jesus Christ. और व्यवस्था जो है वो एक शिक्षक के नाई हमारे साथ रहकर इब्राहिम की प्रतिज्ञा जो वंश है, जो कि यीशु मसीह है, उसके पास हमें ले जाता है. തുടർന്ന് ക്രിസ്തു നമ്മളെ പിതാവിന്റെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതാണ് നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ മൂന്നാമത് എവിടെ കാണുന്നത് ഫാദേഴ്സ് ബ്ലെസ്സിങ്. Followed by that, Jesus Christ is taking us to the blessings of Father. That's why finally you saw the blessings of Father. उसके पश्चात यीशु मसीह हमें पिता परमेश्वर के आशीष के ओर ले जाता है. അതിന്റെ അർത്ഥം ന്യായപ്രമാണം നമ്മളെ ക്രിസ്തുവിലേക്കും ക്രിസ്തു നമ്മളെ പിതാവിന്റെ അനുഗ്രഹത്തിലേക്കും കൊണ്ടുപോകുന്നു. In short, the law of Moses guides us to Jesus Christ and Jesus Christ guides us to our Father. तो व्यवस्था हमें प्रभु यीशु मसीह तक पहुंचाता है और यीशु मसीह हमें पिता परमेश्वर के पास तक पहुंचाता है. പിതാവിന്റെ അനുഗ്രഹത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. Repeat. Jesus Christ guides us to the blessings of Father. यीशु मसीह हमें पिता के आशीषों तक पहुंचाता है. അതിന്റെ ഇടയിലാണ് ന്യൂ കവണന്റ് കിടക്കുന്നത്. And the new covenant stands in between them. ഹല്ലേലൂയ. इनके बीच में नया वाचा है. സ്വർഗസ്ഥ പിതാവോടുകൂടെ ജീവിക്കുന്നതാണ് പുതിയ ഉടമ്പടി. ആ അപ്പനോടുകൂടെ ജീവിക്കുന്നവർക്കാണ് കിങ്ഡം പ്രാധാന്യം ചെയ്തിരിക്കുന്നത്, പിതാവിന്റെ അനുഗ്രഹം കൊടുത്തിരിക്കുന്നത്. To live with God the Father is new covenant. And those who live with Father will be given the kingdom. पिता परमेश्वर के साथ में निवास करना ये नया वाचा है और ऐसे निवास करने वालों को पिता का आशीष दिया जाता है. ഹല്ലേലൂയ. പിതാവിനോട് ഒന്നാം സാപത്തിൽ പിതാവിനോട് കൂടെ ജീവിച്ചിരുന്ന ആദം ഹവ്വ ദമ്പതികൾക്കാണ് ഈ ആശീർവാദം. പിതാവിനോട് കൂടെ ജീവിക്കുന്നവർക്കാണ് പിതാവിന്റെ അനുഗ്രഹം. The blessing of Father is always with those who abide with God, and the blessing was firstly given to Adam and Eve because they lived with Father. आदि में आदम हव्वा जो परमेश्वर के संग में रहते थे, उन्हें परमेश्वर का आशीर्वाद मिला. इसी प्रकार से पिता के साथ जो निवास करेंगे उन्हें पिता का आशीष दिया जाएगा. ആ ന്യൂ കവണന്റ് എക്സ്പീരിയൻസിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുവാൻ അതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. പിതാവ് കാത്തിരിക്കുകയാണ് തൻ്റെ മക്കൾക്ക് വേണ്ടി, തൻ്റെ മക്കളെയും കൊണ്ട് ക്രിസ്തു വരുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ആ മക്കൾ ഇതാ പിതാവിൻ്റെ അടുക്ക് എത്തുവാൻ തക്കവണ്ണം പിതാവ് ആഗ്രഹിക്കുന്നു. അതിന് പിതാവിൻ്റെ അടുക്കൽ എത്തിക്കുവാൻ പിതാവുമായി ഒന്നായി ആ ന്യൂ കവണന്റ് എക്സ്പീരിയൻസ് നടക്കുന്നതാണ് പുതിയ ഉടമ്പടി. ആ പുതിയ ഉടമ്പടിയിൽ രണ്ട് ഭാഗങ്ങൾ, രണ്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്നെങ്കിൽ നാം അത് ഭാവിയിൽ പഠിക്കും. ഇന്ന് അതിന്റെ സ്റ്റാർട്ടിങ് മാത്രം. There are two parts in the new covenant, in the execution of new covenant, and if God wills,
We will discuss that in the next classes. और पिता परमेश्वर इंतजार में है कि वो बालक जो है, वो मनुष्य जो है, पिता परमेश्वर के पास वापस पुनर्स्थापित किया जाए, और इसके लिए यीशु मसीह को भेजता है। और यीशु मसीह जो नया वाचा लाता है, तो वो नई वाचा में 2 भाग है। प्रभु की इच्छा हो तो हम आगे उसके बारे में सोचेंगे। അതിൻ്റെ 2 ഭാഗങ്ങളാണ്. ഒന്ന്, ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിക്കുന്നു. 2, നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. ഇതുമായുള്ള ബന്ധത്തിലാണ് തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് നാം ഇപ്പോൾ കടക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമാണ് നാം ഇന്ന് ഓർക്കുന്നത്. ആദ്യ ഭാഗമാണ് നാം ഇന്ന് ഓർക്കുന്നത്. ഇതാ, നിങ്ങൾ കൂടി വരുമ്പോൾ എൻ്റെ മരണത്തെ ഓർക്കുക എന്ന് കൽപ്പിച്ച ആ തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് ഈ ചിന്തകളിലൂടെ നമ്മൾ പ്രവേശിക്കുകയാണ്. The first part of New Covenant is the crucifixion of Jesus Christ, and the second part is our decision to follow Jesus Christ. And today in the Lord's table, we remember the crucifixion of Jesus Christ. उस नए वाचा में 2 भाग हैं। उसका पहला भाग ये है कि यीशु मसीह का क्रूस पर का मृत्यु, और दूसरा भाग है हमारा प्रभु यीशु मसीह के पीछे होना। तो वो पहले भाग के बारे में आज हम मसीह की मेज़ में शामिल होंगे, तो उसको हम याद कर रहे। प्रभु ने कहा, जब तुम जमा होते हो, मेरी मृत्यु को स्मरण करो। കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധി നമുക്ക് എഴുന്നേൽക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഹോളിൽ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരും ദൈവത്തിൻ്റെ അതിമഹത്തമായ ഈ സന്ദേശത്തിൻ്റെ കീഴിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. മനുഷ്യ മനസ്സുകൾക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള ഈ കാര്യം 6000 വർഷമായി മനുഷ്യ മനസ്സുകളിൽ ഇത് മനസ്സിലാക്കുവാൻ പിശാച് അനുവദിക്കാത്ത കാര്യം. സ്വർഗത്തിലെ ദൈവം നമ്മളെ സ്കിറ്റിലൂടെ, ചിത്രത്തിലൂടെ, വാക്കുകളിലൂടെ എങ്ങനെയൊക്കെ നമ്മുടെ അകത്ത് കയറ്റാമോ അതിനായി ദൈവം പ്രവർത്തിക്കുകയായിരുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, അപ്പാ ഞാൻ ഇതിനൊന്നും അർഹനല്ല എന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ട് അപ്പൻ്റെ മുമ്പിൽ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തിക്കൊണ്ട്, ആ ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ പറഞ്ഞതുപോലെ, അങ്ങയുടെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല, എങ്കിലും അപ്പാ അങ്ങയുടെ അതിമഹത്തമായ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമാക്കിയതിന് നന്ദി പറഞ്ഞുകൊണ്ട്, നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനത്തിലെ മറവിടങ്ങളിലെ ഗുപ്തനിധികൾ ഞങ്ങൾക്ക് നൽകി ക്രിസ്തുവിൽ ഞങ്ങളെ തികഞ്ഞവരാക്കി മാറ്റി ആ പുതിയ ഉടമ്പടിയുടെ സാക്ഷാത്കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച് ലോകസ്ഥാപനത്തിനു മുമ്പ് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ക്രിസ്തുവെ അനുഗമിച്ച് അതിന്റെ പൂർത്തീകരണത്തിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. അപ്പാ, യേശു ക്രിസ്തു ഞങ്ങളുടെ കർത്താവ് അങ്ങയോട് പറഞ്ഞതുപോലെ ഇതാ ഞാനും പറയുന്നു, ഞാനും എൻ്റെ ദൈവം എനിക്ക് തന്ന മക്കളും സ്വയമേ രക്ഷിക്കപ്പെടാൻ കഴിയാത്ത ഞങ്ങൾ അങ്ങിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെയും അങ്ങിലേക്ക് ഞങ്ങളുടെ കരങ്ങളെയും ഉയർത്തുന്നു. രക്ഷിക്കണേ. ഞങ്ങളെ നല്ല പ്രവൃത്തി ആരംഭിച്ച് അങ്ങ് പൂർത്തിയാക്കുന്നതിനായി സ്തോത്രം. ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപരിധിയിലുള്ള എല്ലാ ജനത്തെയും തുടർന്നും ഇത് MP3-യിലൂടെ, MP4-യിലൂടെ, മറ്റ് ഓൺലൈൻ മീഡിയയിലൂടെ ഒക്കെ ശ്രമിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ദൈവദാസന്മാരെ അനുഗ്രഹിക്കുന്നു. ദുഷ്ടന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ജനത്തെ അങ്ങിലെത്തിപ്പാൻ ക്രിസ്തുവെ പോലെ ഞങ്ങളെ എല്ലാവരും ഉപയോഗിക്കേണ്ടത്. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച അങ്ങയുടെ 2 കുഞ്ഞുങ്ങൾക്കായി, അവരുടെ കുടുംബങ്ങൾക്കായി ഒക്കെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ചാട്ടെ, ഉപയോഗിച്ചാട്ടെ. പ്രിയ നല്ല പിതാവേ, ഈ ശുശ്രൂഷയോട് ചേർന്ന് രഹസ്യവും പരസ്യവുമായി നിൽക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിച്ച് ഉപയോഗിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവ് കൂട്ടായിരിക്കട്ടെ.